വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി ഇംഗ്ലീഷ് തേർഡ് സെമിസ്റ്റർ ലാംഗ്വേജ് ഇൻ ആക്ഷനിലെ ഫ്രം ഡോക്യുമെന്റ്സ് ടു പെർഫോമൻസസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. റഷ്യൻ മീഡിയ തിയറിസ്റ്റ് ലെവ് മനോവിച്ചിൻ്റെ സോഫ്റ്റ്വെയർ ടേക്സ് കമാൻഡ് എന്ന ബുക്കിൽ നിന്നുള്ളൊരു ചാപ്റ്ററാണ്. പുതിയ കാലഘട്ടത്തിൽ ഡിജിറ്റൽ മീഡിയയും അതുപോലെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസും നമ്മുടെ കൾച്ചറൽ ഫീൽഡിനകത്ത് അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയ്ക്കകത്ത് ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമ്മളിവിടെ ഈ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറിയും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ലെവ് മനോവിച്ച് ബിഗിൻസ് ബൈ ആർഗ്യൂയിങ് ദാറ്റ് the rise of software has reconfigured the very foundations of social and cultural practices. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ എസ്സേക്കകത്ത് തുടക്കത്തിൽ തന്നെ പറയുന്നത് ഈ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ഡിജിറ്റൽ മീഡിയ എല്ലാം തന്നെ നമ്മുടെ സാമൂഹിക സാംസ്കാരികമായിട്ടുള്ള മേഖലകളിൽ വലിയ മാറ്റമുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രഡീഷണലി cultural production centered on the document, a fixed and stable unit of content such as a book, film or record, which could be studied through its structure and meaning. അപ്പോൾ ട്രഡീഷണലായിട്ട് നമുക്ക് കൾച്ചറലായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ഡോക്യുമെന്റ്സ് ആയിരുന്നു. അതായത് പുസ്തകങ്ങൾ, അതല്ലെങ്കിൽ സിനിമകളായാലും അവയെല്ലാം തന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഒരു സിനിമ പല ആളുകൾ കാണുന്ന സമയത്ത് ഒരേപോലെ തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു ബുക്ക് പല ആളുകളുടെ കയ്യിലെത്തുന്ന സമയത്ത് അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം സെയിം ആയിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിക്സ്ഡ് ഡോക്യുമെന്റ് ആയിട്ടാണ് നമ്മുടെ കൾച്ചറൽ പ്രൊഡക്ഷനൊക്കെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. ഇൻ കോൺട്രാസ്റ്റ്, സോഫ്റ്റ്വെയർ കൾച്ചർ റീപ്ലേസസ് ദി സ്റ്റാറ്റിക് ഡോക്യുമെന്റ്സ് വിത്ത് ഡൈനാമിക് പെർഫോമൻസസ്. പക്ഷേ ഈ സോഫ്റ്റ്വെയർ കൾച്ചറിനകത്ത് നമുക്കതിന് ഫിക്സ്ഡ് ഡോക്യുമെന്റ് അല്ല ഉള്ളത്, മറിച്ച് ഡൈനാമിക് പെർഫോമൻസസ് ആണ് ഉള്ളതെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് ഉപയോഗിക്കുന്ന സമയത്ത്, ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ ആളുകളുടെയും ഫീഡ് വ്യത്യസ്തമായിരിക്കും. നമുക്കറിയാം ഓരോരുത്തരും ഏതെല്ലാം പോസ്റ്റുകളാണ് ലൈക്ക് ചെയ്തിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഏതെല്ലാമാണ് അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനൊക്കെ അനുസരിച്ചിട്ട് ആൽഗോരിതം ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റുകളോ അല്ലെങ്കിൽ റീലുകളൊക്കെയാണ് സജസ്റ്റ് ചെയ്യുക എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളൊരു പത്രം വായിക്കുന്ന സമയത്ത് ഒരു പത്രം ഏത് ആളുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർക്ക് അതിൽ ഒരേ കാര്യങ്ങൾ തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുക. ഈ നേരത്തെ പറഞ്ഞ ബുക്ക് ആയാലും സിനിമയായാലും അതൊക്കെ നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് പോലെയാണുള്ളത്. എന്നാൽ ഈ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് അല്ല ഉള്ളത്, മറിച്ച് ഒരു ഡൈനാമിക് പെർഫോമൻസ് ആണ് ഉള്ളത് എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയയുടെ എക്സാമ്പിൾ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. അതിൽ ഓരോ ആളുകളും അത് ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാവരും കാണുന്ന മീഡിയ അല്ലെങ്കിൽ കണ്ടന്റ്, പോസ്റ്റ്, റീൽസ് എല്ലാം വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. അത് എല്ലാം തന്നെ അവർ ഏത് രീതിയിൽ ആ ഒരു ആപ്പ് ഉപയോഗിക്കുന്നു, ഏതൊക്കെ ലൈക്ക് ചെയ്യുന്നു, അതിനൊക്കെ അനുസരിച്ചിട്ടാണ് ആ ഒരു ആൽഗോരിതം വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാറ്റത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. വിത്ത് ബ്രൗസിംഗ് എ വെബ്സൈറ്റ്, പ്ലേയിങ് എ വീഡിയോ ഗെയിം ഓർ യൂസിംഗ് എൻ ആപ്പ്, the user experiences outputs constructed in real time by software rather than a single pre-existing document. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അതായത് ഒരു ബുക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പത്രം വായിക്കുമ്പോൾ ഒരു മാഗസിൻ വായിക്കുമ്പോൾ ഉള്ളതിന് വ്യത്യസ്തമായിട്ട് ഇത്തരം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ്, അതൊരു ഗെയിം ആയിരിക്കാം, സോഷ്യൽ മീഡിയ ആപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു വെബ്സൈറ്റുകളായിരിക്കാം, അവയെല്ലാം തന്നെ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കണ്ടന്റ് കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. This experience is shaped by multiple elements such as stored files, design templates, live inputs and networked databases. അപ്പോൾ അതിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മൾ ചുരുക്കി ആൽഗോരിതം എന്നുള്ള പേരിലാണ് അതിനെ വിളിക്കാറുള്ളത്. അതായത് സ്വാഭാവികമായിട്ടും ഓരോരുത്തരും ഏതെല്ലാം കണ്ടന്റിലാണ് റിയാക്ട് ചെയ്യുന്നത്, ലൈക്ക് ചെയ്യുന്നത്, കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, അതുപോലെ തന്നെ ആളുടെ ഡീമോഗ്രാഫിക്സ്, ഏത് പ്രദേശത്തുള്ളവരാണ്, ഏത് പ്രായത്തിലുള്ളവരാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ആൽഗോരിതം പരിശോധിക്കുന്നുണ്ടായിരിക്കാം. ഇത്തരത്തിലുള്ള എലിമെന്റ്സും എല്ലാം ചേർത്തുകൊണ്ടാണ് ഈ ഒരു എക്സ്പീരിയൻസ് ഈ സോഫ്റ്റ്വെയർ മീഡിയക്കകത്ത് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഇറ്റ് മീൻസ് നോ ക്രിട്ടിക് ക്യാൻ കൺസൾട്ട് എ സിംഗിൾ സോഴ്സ് ഫയൽ ടു ഗ്രാസ്പ് ദ ടോട്ടാലിറ്റി ഓഫ് ദ വർക്ക്. അപ്പോൾ ഇതുകൊണ്ട് പണ്ട് ഉണ്ടായിരുന്നതുപോലെ നമുക്കൊരു കൾച്ചറൽ ക്രിറ്റിസിസം സാധ്യമാവുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു ബുക്ക് നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആ ബുക്ക് ഏത് ആളുകൾ വായിക്കുമ്പോഴും അതിനകത്തുള്ള കണ്ടന്റ് സെയിം ആണ്. അതുപോലെ ഒരു സിനിമ നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള കണ്ടന്റും ആര് കാണുമ്പോഴും സെയിം ആണ് നമുക്കറിയാം. ഇതുപോലെ തന്നെ നമ്മൾ പല മാഗസിൻസ് ഉണ്ട്, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട മാഗസിൻസ്, ഫാഷനായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ ഹെൽത്തായിട്ട് ബന്ധപ്പെട്ടതൊക്കെ പല മാഗസിൻസൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, നമുക്കറിയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിട്ടിക് ചെയ്യുന്ന സമയത്ത്
നമുക്ക് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ട്. കാരണം എല്ലാവർക്കും ആ ഒരു സെയിം ഡോക്യുമെന്റ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയെ നമ്മൾ ക്രിട്ടിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം നല്ലതാണോ മോശമാണോ, ഒരു പക്ഷെ നിങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻസോ ഡിബേറ്റ് ഒക്കെ ചിലപ്പോൾ നടത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയ ആളുകൾക്ക് നല്ലതാണോ മോശമാണോ എന്നിട്ടുള്ള ഡിസ്കഷനൊക്കെ നടത്തുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഒരു സിനിമ നല്ലതാണോ ഒരു ബുക്ക് നല്ലതാണോ എന്ന് പറയുന്ന പോലെ പണ്ടത്തെ രീതിയിൽ നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ കൾച്ചറിനകത്ത് ഉള്ള മീഡിയയെ നമുക്ക് ക്രിട്ടിക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഈവൻ സീമിംഗ്ലി സിമ്പിൾ ഇന്ററാക്ഷൻസ് like viewing a PDF or opening a JPEG are already software performances. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സോഷ്യൽ മീഡിയയിലോ വെബ്സൈറ്റുകളിലോ മാത്രമല്ല ഈ ഒരു സോഫ്റ്റ്വെയർ പെർഫോമൻസ് ഉള്ളത്. നമ്മൾ ഡിജിറ്റൽ ഫയലുകൾ ഏത് ഉപയോഗിക്കുകയാണെങ്കിലും അതിനകത്തൊരു പെർഫോമൻസ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് PDF-ൻ്റെയും JPG ഫയലിൻ്റെയും എക്സാമ്പിൾസ് ആണ് ആൾ പറയുന്നത്. The file itself does not define the experience. Instead, it is mediated by the software that enables viewing, navigation, editing and sharing. അപ്പോൾ ആ ഫയൽ മാത്രമല്ല നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസിനെ അവിടെ ഷേപ്പ് ചെയ്യുന്നത്, മറിച്ച് നമ്മൾ ഏത് PDF റീഡർ ഉപയോഗിച്ചിട്ടാണ് ഒരു PDF നമ്മൾ ഓപ്പൺ ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് വ്യത്യസ്തമായ രീതിയിലായിരിക്കും അത് കാണാൻ വേണ്ടി സാധിക്കുക. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമായിരിക്കും, നിങ്ങൾ പല PDF റീഡേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നോട്ട്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുള്ള അനുഭവം ഉണ്ടെങ്കിൽ അറിയാം. ഓരോ PDF റീഡറിനകത്തും വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് വീഡിയോ പ്ലെയറുകളാണെങ്കിലും ഇമേജ് ഓപ്പൺ ചെയ്യുന്ന ഫയലുകളാണെങ്കിലും ഒക്കെ തന്നെയും ഇത്തരത്തിൽ ആ ഒരു ഡോക്യുമെന്റിന്റെ അപ്പുറത്തേക്ക് ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ആക്സസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മുടെ എക്സ്പീരിയൻസിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. Thus, cultural analysis must shift from focusing solely on documents to studying the software, tools and interfaces that shape interaction. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ കൾച്ചറൽ സ്റ്റഡീസ്, നമ്മുടെ സാംസ്കാരിക പഠനം എന്ന് പറയുന്നത് ഡോക്യുമെന്റിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ടൂൾസിൽ കൂടി നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പണ്ട് കാലത്തെ ഈ ഒരു കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഫിലിംസിനെ ബേസ് ചെയ്തുകൊണ്ടൊക്കെയാണ് നമുക്കറിയാം. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ഡോക്യുമെന്റിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കൾച്ചറൽ സ്റ്റഡീസ് നടത്താൻ വേണ്ടി സാധിക്കില്ല. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറയുകയുണ്ടായി. സോഷ്യൽ മീഡിയ ആയാലും മറ്റ് വെബ്സൈറ്റുകളൊക്കെ ആയാലും തന്നെയും ഫിക്സ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് അല്ല, ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അതിനകത്ത് ഈ മീഡിയ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ പുതിയ കാലഘട്ടത്തിലെ കൾച്ചറൽ സ്റ്റഡീസിനകത്ത് നമ്മൾ കണ്ടന്റ് മാത്രം നമ്മൾ അനലൈസ് ചെയ്താൽ പോരാ, ഇത്തരം സോഫ്റ്റ്വെയർ ടൂൾസിനെ കൂടി നമ്മൾ കൾച്ചറൽ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് പറയാവുന്നത്. ദിസ് ഷിഫ്റ്റ് destabilizes established theories of media based on fixed documents and transmission. അപ്പോൾ കൾച്ചറൽ സ്റ്റഡീസിനകത്ത് നമുക്ക് ഇത്തരത്തിലുള്ള മാറ്റം കൊണ്ടുവരണം എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള മീഡിയ തിയറീസിനകത്തും ഇത്തരത്തിലുള്ള ഒരു ചേഞ്ച് ഉണ്ടാവുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ക്ലാസിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ക്ലോഡ് ഷാനൺസ് ഇൻഫോർമേഷൻ തിയറി treated media as a process of message transmission between sender and receiver. ഓക്കെ, നമുക്ക് ഈ മീഡിയ തിയറീസിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്ന സമയത്ത് ട്രഡീഷണൽ ആയിട്ട് നിലനിൽക്കുന്ന രണ്ട് മീഡിയ തിയറീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അതിനകത്ത് ഒരു തിയറിയിൽ പറയുന്നത്, ക്ലൗഡ് ഷാനന്റെ തിയറിയിൽ, ഇൻഫർമേഷൻ തിയറിയിൽ പറയുന്നത് മീഡിയ എന്ന് പറയുന്നത് ഒരു മെസ്സേജ് ഒരാൾ സെൻഡ് ചെയ്യുന്നു, ഒരാൾ റിസീവ് ചെയ്യുന്നു. അതായത് ഒരു ബുക്കിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ബുക്ക് എഴുതുന്ന ആൾ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നു, ബുക്ക് വായിക്കുന്ന ആൾക്ക് ആ മെസ്സേജ് കിട്ടുന്നു. സിനിമയാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് മീഡിയ ആണെങ്കിലും ഒക്കെ തന്നെയും ഇത്തരത്തിൽ ഒരു മെസ്സേജ് ഒരാൾ സെൻഡ് ചെയ്യുന്നു, അത് വേറൊരാൾ റിസീവ് ചെയ്യുന്ന രീതിയിലാണ് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള മീഡിയ തിയറിക്കകത്ത് ഈ ഒരു മീഡിയയെ കണക്കാക്കുന്നത്. According to this paradigm, the messages were not always decoded precisely due to technical or semantic reasons. അപ്പോൾ ഈ തിയറിയിൽ മീഡിയ കൺസെപ്ഷനെ കുറിച്ച് പറയുന്നത് ഒരു ബുക്ക് വായിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവണമെന്നില്ല. ചില ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടും, ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ചില ആൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല, ചില ആളുകൾക്ക് കവി ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ചിന്തിച്ച് അർത്ഥം കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള രീതിയിലാണ് സിനിമയുടെ കാര്യത്തിലൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എല്ലാ മീഡിയക്കകത്ത് ഇതുപോലെ തന്നെയാണ്. ഇത്തരത്തിൽ എല്ലാ ആളുകൾക്കും ഒരേ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല അതിൽ നിന്ന് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പണ്ട് കാലത്തുള്ള
ഈ ഒരു മീഡിയ തിയറിക്കകത്ത് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫോർമേഷൻ തിയറിക്കകത്ത് പറയുന്നത്, അതിന്റെ കാരണമായിട്ട് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നു, ഒരു മെസ്സേജ് റിസീവ് ചെയ്യുന്നു. പക്ഷേ അത് റിസീവ് ചെയ്യുന്ന ആൾക്ക്, അതായത് ബുക്ക് വായിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ സിനിമ കാണുന്ന ആൾക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ അത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പറ്റിക്കൊള്ളുന്നില്ല. അതിലെ പല മെസ്സേജുകളും മീനിങ്ങുകളും ഒക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു ഇൻഫർമേഷൻ തിയറിക്കകത്ത് പറയുന്നത്. Stuart Hall's influential work in cultural studies emphasized the audience's reinterpretation of meaning, but still assumed a complete stable message was being received. ഇനി വേറൊരു തിയറി പറയുന്നത് സ്റ്റുവർട്ട് ഹാളിന്റെ ഓഡിയൻസ് റീഇന്റർപ്രിട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട തിയറിയാണ്. അതിനകത്ത് പറയുന്നത് ഡീകോഡിങ് എൻകോഡിങ് ആണ് അതിന്റെ തിയറിയുടെ പേര്. നേരത്തെ പറഞ്ഞ തിയറിയുടെ ഓപ്പോസിറ്റ് ആണ്. നേരത്തെ തിയറിയിൽ പറഞ്ഞത് പല ആളുകൾക്കും മനസ്സിലാവാത്ത കാരണം കൊണ്ട് പല മീനിങ്ങും നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണെങ്കിൽ, സ്റ്റുവർട്ട് ഹാളിന്റെ തിയറിക്കകത്ത് പറയുന്നത് പല ആളുകൾക്കും ഒരു പക്ഷേ ഈ ഒരു സിനിമയുടെ ആളുകൾ ഉദ്ദേശിച്ചതിനേക്കാളോ അല്ലെങ്കിൽ ഒരു ബുക്ക് എഴുതിയ ആൾ ഉദ്ദേശിച്ചതിനേക്കാളോ ഡീപ്പർ ലെവലിലുള്ള മീനിങ് സ്വന്തമായിട്ട് അതിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയും. സിംബോളിസമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പക്ഷേ കവി ഉദ്ദേശിച്ചതിനേക്കാളും വലിയ അർത്ഥങ്ങൾ വായനക്കാർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് രണ്ട് തിയറീസ് ആണ് ട്രഡീഷണൽ ആയിട്ട് മീഡിയ കൺസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ക്ലൗഡ് ഷാനന്റെ ഇൻഫോർമേഷൻ തിയറിയാണ്. ആ തിയറിക്കകത്ത് പറയുന്നത് ഈ മീഡിയ, ബുക്ക്, സിനിമ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓഡിയൻസിന് എത്തുന്ന സമയത്ത് അവർക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അതിൽ പല മീനിങ്ങും അതിൽ മിസ്സായി പോവും, മനസ്സിലാക്കാൻ പറ്റാതെ പോവും എന്നുള്ളൊരു തിയറിയാണ് പറയുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള തിയറിയാണ് സ്റ്റുവർട്ട് ഹാളിന്റെ ഡീകോഡിങ് എൻകോഡിങ് തിയറിക്കകത്ത് പറയുന്നത്. അതായത് പലപ്പോഴും ഇങ്ങനെ മീനിങ് നഷ്ടമായി പോവുക മാത്രമല്ല, പലപ്പോഴും ഈ സിനിമയിലോ അല്ലെങ്കിൽ ബുക്കിലോ അല്ലെങ്കിൽ മറ്റു മീഡിയയിലോ അതിന്റെ ഓതർ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ ഡീപ്പർ ആയിട്ടുള്ള ഒരു മീനിങ് ഒരു പക്ഷേ നല്ല ഇന്റലക്ച്വൽ ആയിട്ടുള്ള റീഡേഴ്സിന് അല്ലെങ്കിൽ ഓഡിയൻസിന് അതിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അതൊരു പോസിറ്റീവ് വശം കൂടി ഉണ്ട് എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ട്രഡീഷണൽ ആയിട്ട് നമുക്കുള്ള മീഡിയ തിയറീസിൽ പ്രധാനമായിട്ട് വരുന്നത്. whether fully decoded, misinterpreted or reworked, the message was seen as a bounded unit of communication. അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടക്സ്റ്റിൽ ഈ രണ്ട് തിയറീസിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ആളുകൾക്ക് അത് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാവർക്കും കിട്ടുന്ന മീഡിയ എന്ന് പറയുന്നത് സെയിം ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ബുക്കായാലും അല്ലെങ്കിൽ സിനിമയായാലും മറ്റ് മീഡിയ ആയാലും അവർക്കത് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും എല്ലാവർക്കും കിട്ടുന്ന ഡോക്യുമെന്റ് സെയിം ആയിരുന്നു എന്നുള്ളതാണ് ഈ പഴയ കാലത്തെ കൾച്ചറൽ സ്റ്റഡീസിനകത്ത് ഉണ്ടായിരുന്ന ഒരു സവിശേഷതയായിട്ട് അദ്ദേഹം പറയുന്നത്. ഇന്ററാക്റ്റീവ് സോഫ്റ്റ്വെയർ ഡ്രിവൺ മീഡിയ അണ്ടർമൈൻസ് ദിസ് അസംഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സോഫ്റ്റ്വെയർ മീഡിയക്കകത്ത് ഇത്തരത്തിലുള്ള ഒരു സവിശേഷത നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം എല്ലാവർക്കും സെയിം ആയിട്ട് ഡോക്യുമെന്റ് അല്ല ലഭിക്കുന്നത്. Features like browsing, hyperlinking, time shifting and media previews mean users rarely consume entire works from beginning to end. അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീഡാണ് ലഭിക്കുന്നത് എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഹൈപ്പർ ലിങ്കിങ്, അതുപോലെ തന്നെ ടൈം ഷിഫ്റ്റിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതായത് പണ്ട് കാലത്ത് നമുക്ക് ഈ കേബിൾ ടി വിയോ അല്ലെങ്കിൽ ആന്റിന ടി വിയോ അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ സിനിമ കാണുന്ന സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ആ സിനിമ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ഇരുന്ന് കാണേണ്ടി വരും. സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഇപ്പം നമുക്കറിയാം നമ്മുടെ മീഡിയ പ്ലേയേഴ്സിനകത്ത് നമുക്ക് ഫോർവേഡ് ചെയ്യാനും അതുപോലെ തന്നെ ബാക്ക്വേഡ് ചെയ്യാനും സ്കിപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ഒരു കണ്ടന്റ് എല്ലാവരും ഒരേ രീതിയിൽ തന്നെ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളത് പോലും നമുക്ക് ഇന്നത്തെ കാലത്ത് പറയാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പോയിന്റിന്റെ കൂടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. അതായത് ഒന്ന് നമ്മൾ പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയിലും മറ്റ് സോഫ്റ്റ്വെയർ മീഡിയയിലൊക്കെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റ് ആണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ സോഫ്റ്റ്വെയർ ഒക്കെ ഉള്ളത് കാരണം കൊണ്ട് നമുക്ക് പഴയതുപോലെ എല്ലാവരും ഒരേ രീതിയിലല്ല ഒരു കണ്ടന്റ് ആക്സസ് ചെയ്യുന്നത്. ടൈം ഷിഫ്റ്റിംഗ് പോലുള്ള കാര്യങ്ങൾ, അതായത് ഫോർവേഡ് ചെയ്ത് കളയാനും സ്കിപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഒക്കെ ഉള്ളത് കാരണം കൊണ്ട് ഓരോരുത്തരുടെയും മീഡിയ കൺസെപ്ഷൻ പോലും ഇപ്പോൾ വ്യത്യസ്തമാണ് എന്ന രീതിയിൽ പറയുന്നു. ഇൻസ്റ്റഡ് they actively manage what they receive, determining not only how they interpret content but also which portions they access at in what order. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അതായത് എന്ത് കണ്ടന്റ് അവർക്ക് ലഭിക്കുന്നത് മാത്രമല്ല ആ കണ്ടന്റ് അവർ എങ്ങനെ ആക്സസ് ചെയ്യുന്നു, ഏതെല്ലാം ആക്സസ് ചെയ്യുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം കുറച്ചുകൂടി ഫ്രീഡം ഈ ഒരു സോഫ്റ്റ്വെയർ മീഡിയക്കകത്ത് ഉണ്ട് എന്ന് പറയുന്നു.
This creates a more fluid, fragmented experience of media compared to the linear reception of books, films or broadcasts. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. സിനിമയോ അല്ലെങ്കിൽ ബുക്കോ ഒക്കെ ഉള്ള കാര്യങ്ങൾ നമുക്കറിയാം ലീനിയർ ആയിട്ട് എല്ലാവർക്കും സെയിം ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്, ഡോക്യുമെന്റ് ആണ് കൊടുക്കുന്നത് എന്നുള്ളെങ്കിൽ സോഫ്റ്റ്വെയർ മീഡിയക്കകത്ത് അങ്ങനെയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോരുത്തർക്കും ഡിഫറെന്റ് കണ്ടന്റ് ആണ് ഫീഡാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അത് തന്നെ അവർ കാണണമെന്ന് നിർബന്ധമില്ല, അവർക്കത് ഫോർവേഡ് ചെയ്യാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു മീഡിയ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സോഫ്റ്റ്വെയർ മീഡിയയുടെ ഭാഗമായിട്ട് ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറയും. മോർ ഓവർ മെനി സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻസ് പ്രസന്റ് കണ്ടന്റ് വിത്ത് നോ ഫിക്സ്ഡ് ബൗണ്ടറീസ്. ഇനി സോഫ്റ്റ്വെയർ മീഡിയയുടെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിന്റെ അടുത്ത ഒരു പ്രത്യേകതയായിട്ട് അദ്ദേഹം പറയുന്നത് അതിനകത്ത് ഫിക്സ്ഡ് ആയിട്ടുള്ള ബൗണ്ടറീസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ബുക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എത്ര പേജുകളാണ് ഉള്ളത് നമുക്കറിയാം. ആ പേജുകൾ കഴിഞ്ഞാൽ ആ ബുക്ക് കഴിഞ്ഞു. അതുപോലെ സിനിമയാണെങ്കിൽ ഇത്ര മണിക്കൂറാണെന്നുണ്ടെങ്കിൽ ആ മണിക്കൂർ കഴിഞ്ഞാൽ ആ സിനിമ കഴിഞ്ഞു. എന്നാൽ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ മീഡിയ ആപ്ലിക്കേഷൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരു ഫിക്സ്ഡ് ബൗണ്ടറീസ് ഉണ്ടാവില്ല. നമുക്ക് തന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതായിരിക്കും. ഈ റീൽസ് ഒക്കെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഡൂം സ്ക്രോളിംഗ് എന്നാണ് അതിനെ വിളിക്കുന്നത്. കാരണം നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അറ്റത്തേക്ക് എത്താൻ വേണ്ടി കഴിയില്ല. കാരണം ഒരു കണ്ടന്റ് കഴിഞ്ഞാൽ അടുത്ത കണ്ടന്റ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ബൗണ്ടറീസ് ഇത്തരം സോഫ്റ്റ്വെയർ മീഡിയ ആപ്ലിക്കേഷൻസിൽ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. ദെൻ ഗൂഗിൾ എർത്ത് എക്സംപ്ലിഫൈസ് ദിസ് ഷിഫ്റ്റ്. Each use produces a slightly different experience depending on updates, new layers or user generated additions. ഇതിന്റെ മറ്റൊരു എക്സാമ്പിൾ അദ്ദേഹം പറയുന്നത് ഗൂഗിൾ എർത്ത് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ്, ഗൂഗിൾ എർത്ത് എന്നൊക്കെ പറയുന്ന സിസ്റ്റംസ് ആണ്. അതിനകത്ത് നമുക്ക് ഓരോ യൂസേജിനനുസരിച്ച് കൊണ്ടും അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് അദ്ദേഹം പറയുന്നു. അതായത് നമുക്കറിയാം ആളുകൾക്ക് അവരുടെ പ്രദേശത്തുള്ള റോഡുകൾ, ബിൽഡിങ്ങുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് പേരിടാനുള്ള സാധ്യതകളൊക്കെ ഈ ഗൂഗിൾ മാപ്പ്, ഗൂഗിൾ എർത്ത് തുടങ്ങിയ കാര്യങ്ങൾക്കകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും അതിനകത്ത് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന രീതിയിൽ അതിങ്ങനെ ഡീപ്ലി ഇവോൾവിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളൊരു ബുക്ക് നമ്മൾ എടുത്ത് വായിച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ബുക്ക് അതുപോലെ തന്നെ അതിനകത്ത് മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഗൂഗിൾ മാപ്പോ അല്ലെങ്കിൽ ഗൂഗിൾ എർത്തൊക്കെ നമ്മൾ ഒരു ദിവസം എടുത്തിട്ട് പിറ്റേ ദിവസം എടുത്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്ന രീതിയിലാണ് അതിങ്ങനെ കോൺസ്റ്റന്റ്ലി ഇങ്ങനെ അഡീഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണെന്ന് പറയുന്നു. അൺലൈക്ക് ട്രഡീഷണൽ മീഡിയ വിത്ത് പ്രീ ഡിഫൈൻഡ് കണ്ടന്റ്, ഗൂഗിൾ എർത്ത് ഈസ് ഡൈനാമിക് ആൻഡ് ഓപ്പൺ എൻഡഡ്, കോൺസ്റ്റന്റ്ലി ഇവോൾവിംഗ് വിത്ത് ന്യൂ ഇൻപുട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പോയിന്റ് തന്നെയാണ്. മറ്റ് ട്രഡീഷണൽ മീഡിയയ്ക്ക് വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് പുതിയ കണ്ടന്റ് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. Its openness to user contributions transforms it from a message into a platform. അതുകൊണ്ട് തന്നെ ഈ സോഫ്റ്റ്വെയർ മീഡിയ, സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോംസ് എന്ന രീതിയിൽ നമ്മൾ കണക്കാക്കേണ്ടി വരും. കാരണം അതിനകത്ത് യൂസേഴ്സ് കൂടി കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ വീടിൻ്റെ പ്രദേശത്തുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെയൊക്കെ പേരുകളോ തന്നെ പല ആളുകളൊക്കെ ഇങ്ങനെ ഗൂഗിൾ മാപ്പിനകത്ത് പേര് ചേർത്തിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ യൂസേഴ്സിന് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി കുറച്ചുകൂടി എളുപ്പത്തിലുള്ളൊരു എക്സാമ്പിൾ നമുക്ക് സോഷ്യൽ മീഡിയ തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബോ പോലുള്ള സോഷ്യൽ മീഡിയസ് ഒക്കെ ആണെങ്കിൽ തന്നെയും അതിനകത്തുള്ള കണ്ടന്റ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നത് ആ കമ്പനിക്കാരല്ല. നമുക്കറിയാം മെറ്റ കമ്പനിയോ അല്ലെങ്കിൽ ഗൂഗിൾ കമ്പനിയോ ഒന്നുമല്ല അതിനകത്ത് കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നത്. മറിച്ച് അത് ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ് അതിനകത്ത് കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം യൂസറാണ് ആ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ഗൂഗിൾ മാപ്പിനകത്തും ഗൂഗിൾ എർത്തിനകത്തും ഒക്കെ ഉള്ളതെന്ന് പറയുന്നു. കാരണം ഈ കമ്പനിക്കാർ മാത്രമല്ല അതിനകത്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, യൂസേഴ്സ് കൂടി അതിനകത്ത് ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിനൊരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ മെസ്സേജ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമുക്കൊരു പ്ലാറ്റ്ഫോം, ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ പറയണം എന്ന് അദ്ദേഹം പറയുന്നു. While this bears some resemblance to 20th century practices like remixing, appropriation art or fan fiction, the differences outweigh the continuities. അപ്പോൾ ഇതിന് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പണ്ടും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നു. അതായത് റിമിക്സ് ഒക്കെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. കാരണം ഒരു ഡോക്യുമെന്റിന്റെ അല്ലെങ്കിൽ ഒരു മീഡിയയുടെ കൂടെ ആളുകൾ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് റിമിക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് നമുക്കറിയാം. അത്തരത്തിൽ ഫാൻ ഫിക്ഷൻ, അപ്രോപ്രിയേഷൻ ആർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പണ്ട് ഉണ്ടായിരുന്നെങ്കിലും ഈ പുതിയ സോഫ്റ്റ്വെയർ മീഡിയ എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ് അദ്ദേഹം പറയുന്നു. അതിന്റെ കാരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഫീഡാണ് ലഭിക്കുന്നത്, ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാന കാരണമായിട്ട് വരുന്നത്. സോഫ്റ്റ്വെയർ ബേസ്ഡ് കൾച്ചർ റെപ്രസെന്റ്സ് എ ഡീപ്പർ ട്രാൻസ്ഫോർമേഷൻ മൂവിംഗ് ഫ്രം സ്റ്റേറ്റിക് ഡോക്യുമെന്റ്സ് ടു ഡൈനാമിക് ഇന്ററാക്റ്റീവ് പെർഫോമൻസസ്. അപ്പം അത് കാരണം കൊണ്ട്
ഈ ഒരു സോഫ്റ്റ്വെയർ മീഡിയയുടെ ഈ ഒരു കാലഘട്ടത്തിൽ, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റിൽ നിന്ന് പെർഫോമൻസിലേക്ക് മാറി എന്നതാണ് അദ്ദേഹം പറയുന്നത്. അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ഒരു ബുക്കോ അല്ലെങ്കിൽ ഫിലിമോ അത്തരത്തിൽ എല്ലാവർക്കും ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന കൾച്ചറൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻസിൽ നിന്ന് മാറിക്കൊണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഫീഡുകൾ ലഭിക്കുന്ന, ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ലഭിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ കൾച്ചറൽ കൺസെപ്ഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു മാറ്റം നമ്മുടെ കൾച്ചറൽ സ്റ്റഡീസിനകത്തും കൊണ്ടുവരണം എന്നാണ് ഇദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റിൽ പറയുന്നത്. അതായത് പഴയ കാലത്തെ പോലെ വെറുതെ ഒരു റിവ്യൂ, സിനിമ റിവ്യൂ, ബുക്ക് റിവ്യൂ തുടങ്ങിയിട്ടുള്ള രീതിയിൽ ഒരു കൾച്ചറൽ ക്രിറ്റിസിസം നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കില്ല. ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോംസിനെയും സോഫ്റ്റ്വെയർ ടൂൾസിനെയും കൂടി അനലൈസ് ചെയ്യുന്നത് നമ്മുടെ കൾച്ചറൽ സ്റ്റഡീസിന്റെ ഭാഗമാക്കണം എന്നുള്ളതാണ് ഇതിൽ ഒരു ആർഗ്യുമെന്റ് എന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.